ഇതെന്നാ ഇത് കണ്ടോ എന്താണ് ഓക്കെ റെഡി വൺ ഹായ് പറയാമല്ലോ ഞാൻ ഹലോ ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ലൈഫ് ഓഫ് ഗോപിക. ഹായ് പറഞ്ഞു ഒന്നും കൂടെ ഒരു പിങ്കേഴ്സ് കൊടുത്തേ ഇങ്ങോട്ട് നോക്കി ഹായ് പറ ഹായ് ഹായ് പറഞ്ഞ അവനെ കളിയാക്കിയതാണ് മനസ്സിലായി. ഹായ് അപ്പൊ ഇത് ഞങ്ങളുടെ അല്ലൂഞ്ഞ. ഹായ് എന്താ ഇപ്പൊ പറയാനുള്ളേ? ഞങ്ങളും തുടങ്ങി ഡെയിലി വ്ളോഗ് ആവൂല എപ്പോഴേലൊക്കെ വരും. ഫാമിലി വ്ളോഗ് അങ്ങനെ പറയാ. അമ്പുവിന് എന്താ പറയാനുള്ള? അമ്പു ഫാമിലി വ്ളോഗ് എന്താ? ഞാനും വരുന്നല്ലേ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാമോ? ഞങ്ങള് പോണ കാണുമ്പോ നല്ല ലുക്കിലേക്ക് പോകുമ്പോ ഞങ്ങള് അതെ ഞങ്ങൾ പോണ കാണുമ്പോ ഞങ്ങള് എങ്ങോട്ടെങ്കിലും ടൂർ പോവാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങോട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വെറും അമ്പലമല്ല, ഞങ്ങളുടെ ഒരു തറവാട്ട് വീട്ടിലെ അമ്പലമാണ്. തൃക്കാര് എന്നാണ് പേര്. എന്ന് വെച്ചാൽ കോതമംഗലത്തുള്ള ഒരു അമ്പലമാണ്. അത്യാവശ്യം അവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗ് അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സോ എല്ലാവരും പറ അപ്പൊ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നല്ല സ്ഥലത്തുനിന്ന് തുടക്കം അല്ലേ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞ. ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നാലും ചെറിയ പേടിയും ചെറിയ നാടും ഉണ്ട്. പിന്നെ ഞങ്ങൾ മൈക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഈ ഫോണിലേക്ക് അങ്ങ് ശരിയായിട്ടില്ല. അപ്പൊ ഇതിനകത്ത് കുറച്ച് എരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അടുത്ത വീഡിയോയിൽ നല്ല സൂപ്പറായിട്ട് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താ വേറെ പറയാനായിട്ട്? ഇങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പു പോയിട്ടില്ലല്ലോ. അപ്പു ഫസ്റ്റ് ടൈം ആട്ടോ അമ്പലത്തിലേക്ക് പോണത്. എങ്ങനെയാ അപ്പൊ വേറെ അമ്പലത്തിലേക്ക് ഉത്സവത്തിനൊക്കെ പോയിട്ടില്ലേ? ഞങ്ങൾ എല്ലാ ഉത്സവത്തിനും പോട്ടോ. ഉത്സവത്തിന് പോകുന്നത് ഒരു എന്തിനാ പോണ? ഉത്സവത്തിനാ ആനനെ കാണാൻ, വായി നോക്കാൻ. പരിപാടി വായി നോട്ടം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അല്ലോ ഞാനിനാ പോണേ കളിപ്പാറ്റ മകൻ. ഹായ്. അപ്പം ഞങ്ങളുടെ ചെറിയ ബ്ലോഗായിരിക്കും. നിങ്ങളെ എടുത്ത് ബോറടിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. വിശേഷങ്ങളൊക്കെ ചെറിയതായിട്ടായിരിക്കും. നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ വലിയ നല്ല ബ്ലോഗൊക്കെ ചെയ്യുന്നതായിരിക്കും. അത്ര വീട്ടിൽ നിന്ന് തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. എന്നാലും അപ്പൊ നമുക്ക് പോവാം. ഇതേ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ്. ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് വോയിസ് ഓവർ ചെയ്യുകയാണ് ചെയ്തേക്കണത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് ആ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് എത്തുമ്പോഴത്തേനും കുറേ നാൾ കൂടി. എന്ന് വെച്ചാൽ ഞാനൊരു 4ലോ 5ലോ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് അവിടെ ചെന്നത്. അത് കഴിഞ്ഞ് ഈ മുറ്റത്ത് ഈ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേനും എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. മൂവാറ്റുപുഴയിലൊക്കെ പല അമ്പലത്തിലും ഉത്സവമൊക്കെ നടന്നാലും ഫസ്റ്റ് ടൈം ഇത്രയും സെറ്റപ്പായിട്ട്, എന്ന് വെച്ചാൽ LED വാളിൽ 3D എഫക്റ്റിലുള്ള ഒരു വാള് എന്ത് രസമായിരുന്നു എന്നറിയാമോ? നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാം. നല്ല രസമായിട്ടാട്ടോ അവർ അമ്പലക്കാരത് സെറ്റ് ചെയ്തേക്കണം. ഈ വാള് കാണുമ്പോൾ പല ഗണപതിയുടെ ഒക്കെ ഉണ്ടായിരുന്നു വിഷ്വൽ. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ചെറിയ വഴിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. എല്ലായിടത്തും തന്നെ പാർക്ക് ചെയ്ത് വരിക. നമ്മൾ കുറേ അമ്പലം റൗണ്ട് ചുറ്റി എവിടെയെങ്കിലും പാർക്കിംഗ് സ്ഥലം ഉണ്ടോ എന്ന് നോക്കി പോവുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഒരു വിധത്തിൽ കാറൊക്കെ ഒതുക്കി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലോട്ട് നടക്കുകയാണ്. നടന്നു പോയതിനോട് അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇതായിരുന്നു ഓടി അവന്റെ ലക്ഷ്യം ബുഗാട്ടിയാണ്. ബുഗാട്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ വ്ളോഗിങ് തുടങ്ങി. ഇങ്ങനെ അല്ലുവിന്റെ ലക്ഷ്യം എന്താ? എന്റെ ലക്ഷ്യം എന്താ? അതെന്താ സാധനം? ഏത് കാറ്?
അവളെ ബുഗാട്ടി ഇവിടെ ഉണ്ടോ? ബുഗാട്ടി നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലേ? അപ്പൊ ഈ പോവാ ഒപ്പറോട് പോവാ. അങ്ങനെ പറയാ കൊച്ചിന് എന്തോ പറയാണ്ട്. ഇങ്ങോട്ട് നോക്കി പറ. അല്ലുഞ്ഞ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് മനസ്സിലാവാറില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുന്ന വഴി ചെറിയ വെള്ളച്ചാട്ടവും അമ്പലമൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയാൻ പറ്റാത്തത് LED വാള് എല്ലാം സൂപ്പറായിട്ട് ഒറിജിനാലിറ്റി 3D എഫക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അപ്പൂനെ പുറത്ത് നിർത്തിയിട്ട് ഞങ്ങൾ തൊഴാൻ പോയി. ശ്രീകോവിൽ പുറത്തേക്കടെ തൊഴുതു. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല. കൊച്ചുങ്ങളെയും കൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഗാനമേളയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ അതെന്താ അങ്ങനെ ഒരു നോട്ടം. അവിടെ കടലയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പു ചുമ്മാ നോക്കിയാൽ അമ്പൂനെ അതൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ കമ്മലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മലൊക്കെ നോക്കി ഒരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബബിൾസൊക്കെ വിട്ടപ്പോൾ ഞങ്ങൾ അതിലൊക്കെ ഇങ്ങനെ കളിച്ച് പോകുമ്പോൾ നല്ല ലുക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലുക്കും പോയോ ശരിക്കും? ക്യാമറയിൽ ഇങ്ങനെയുണ്ട്, കുഴപ്പമില്ല. അപ്പം അമ്പലത്തിൽ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള വഴിയാട്ടോ. അപ്പോൾ ചെറിയ ബ്ലോഗായിരിക്കും. സത്യം പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. നല്ല തിരക്കായിരുന്നു. കുറേ നാൾ കൂടി പോയതായതുകൊണ്ട് എല്ലാം എന്തൊക്കെയോ ആയി. പിന്നെ ഇവൻ്റെ ശല്യം വല്ലാത്തൊരു ശല്യമാണ്. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ലെങ്കിലും അന്നദാനമൊക്കെ കഴിച്ച് അമ്പൂനും പിള്ളേർക്കൊക്കെ അല്ലേ. അല്ലുഞ്ഞിന് എന്നാ കിട്ടിയേ? കാണിച്ചു കൊടുത്തേ, ഇവിടെ കാണിച്ചു കിട്ടേ. ഇത് എന്നതാ? ഹലോ വെച്ചേ, ഹലോ. അതുപോലെ അമ്പൂന് നരോട്ടയുടെ ഒരു കിറ്റൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോന്നു. അതെന്നാ ഇത് കണ്ടോ? എന്താണ്? അയ്യോ, ഇപ്പൊ ഒരു ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ചവിട്ടല്ലേ, വണ്ടി പോവും. അപ്പം അലുഞ്ഞ ചവിട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ അമ്പു? ഒന്നുകൂടി പറ. അപ്പോൾ ചെറിയ ബ്ലോഗായിരുന്നു. ഞാൻ ഓൾറെഡി ക്ഷീണിച്ചു. ഇവനെയും കൊണ്ട് പോകുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.